എടപ്പാളിൽ കെഎസ്ആർടിസിയുടെ സ്ഥലം പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്ന രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പ് യൂണിറ്റിന്റെ നിർമ്മാണോദ്ഘാടനവും നവീകരിച്ച എടപ്പാൾ കെഎസ്ആർടിസി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ബസ് യാർഡിന്റെ ഉദ്ഘാടനവും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി RVSFന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ വളരെ ശക്തിയേറിയിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം തന്നെയാണ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നിർമ്മാണോദ്ഘാടന ചടങ്ങിന് എല്ലാവിധ ആശംസകളും. കെ.ടി. ജലീൽ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചിലവിട്ട സിമന്റ് കട്ടകൾ വിരിച്ച് നവീകരിച്ച എടപ്പാൾ കെഎസ്ആർടിസി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് യാർഡിന്റെ ഉദ്ഘാടനവും കെഎസ്ആർടിസി പഴയ ബാച്ചിലർ ക്വാർട്ടേഴ്സുകളുടെ ഭാഗത്ത് 3 ഏക്കറോളം സ്ഥലത്തായി സ്ഥാപിക്കുന്ന രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പ് ഫാക്കൽറ്റിയുടെ നിർമ്മാണോദ്ഘാടനവും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. 200 കോടി രൂപ കേരള സർക്കാരിന് സബ്സിഡിയായി ഈ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി തുടങ്ങി എന്ന് പറഞ്ഞ് ഏതാണ്ട് 19 കോടി രൂപ അതിൽ നിന്ന് വാങ്ങിച്ചു. അതാർക്കും പ്രയോജനപ്പെട്ടില്ല. അത് PWD എടുത്തു കൊടുത്തു. ഇത്തവണ ഒരു 60 കോടി കിട്ടും എന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ധനകാര്യ വകുപ്പിന് കത്തെഴുതി. ഇത്തരത്തിൽ കിട്ടുന്ന പൈസ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പുള്ള വകുപ്പുകൾ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിക്ക് ഇത് കൊടുക്കണം. ഏത് ഡിപ്പാർട്ട്മെന്റ് എത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള റേഷ്യോ, KSRTC ഇത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ അനുസരിച്ച് വിഭജിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC 21 കോടി രൂപ കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് KSRTC ഈ എയർ കണ്ടീഷൻ ചെയ്തതും ആധുനികമായ വണ്ടികളുടെ അഡ്വാൻസ് കൊടുത്തതും വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണ ഒരു പൈസയും കിട്ടാതെ പോയി. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പൈസ വരുന്നുണ്ട്, തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 കോടിയോളം നമുക്ക് കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം വാങ്ങി തുടങ്ങി. ഇനിയുള്ള വർഷങ്ങളിലും അത് ലഭിക്കും. ആദ്യ വർഷം കിട്ടിയപ്പോൾ ഇതെന്തിനു കിട്ടിയതാണെന്ന് മനസ്സിലായില്ല. എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് PWD വകുപ്പിലേക്ക് കൊടുത്തു. അതെന്തിനെന്ന് ആർക്കും മനസ്സിലായില്ല. വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നതിന് പൈസ, വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്ന പൈസ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നവർക്ക് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കണം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 10 വണ്ടി സ്ക്രാപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ളൊരു പെർസെന്റേജ് 2021-22 മോട്ടോർ വാഹന നിയമ ഭേദഗതിയെ തുടർന്നുയരുന്ന സ്ക്രാപ്പ് സർട്ടിഫിക്കറ്റ് പ്രശ്നത്തിന് പരിഹാരവേദികളിൽ ആദ്യത്തേത് കണ്ടനകത്ത് സ്ഥാപിക്കുന്ന സ്ക്രാപ്പ് യൂണിറ്റായി മാറും. 15 വർഷം കഴിഞ്ഞാൽ വാഹനത്തിന്റെ കാലാവധി തീരും. വീണ്ടും ഫിറ്റ്നസ് വാങ്ങണം. ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ ഇത് നിയമപരമായി സ്ക്രാപ്പാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങണം. സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുള്ള കേരളത്തിലെ ആദ്യ സ്ഥാപനമാണ് എടപ്പാൾ KSRTCയിൽ തുടങ്ങുന്നത്. സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് വർക്ക് ഏജൻസി. പരമാവധി 55 dB മുതൽ 75 dB വരെ ശബ്ദ നിയന്ത്രണം ഉൾപ്പെടെ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിച്ചാകും പ്രവർത്തികൾ നടത്തുക. ചടങ്ങിൽ തവനൂർ MLA കെ.ടി. ജലീൽ അധ്യക്ഷത വഹിച്ചു. യാർഡിന്റെ ഈ നവീകരണം നടന്നിരിക്കുന്നത്, നവീകരിച്ച യാർഡിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ബഹുമാനനായിട്ടുള്ള മന്ത്രി ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഫലകം അനാച്ഛാദനം ചെയ്ത് നിർവഹിക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്
രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ജലജീവൻ പദ്ധതിയുടെ കണക്ഷനുകൾ ഏതാണ്ട് എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡുകളുടെ സൈഡ് ഭാഗം കീറി അത് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നു വരികയാണ്. KSTPയുടെ കുറ്റിപ്പുറം തൃശൂർ റോട്ടിൽ അത് നമുക്കിനി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് 1 മാസത്തിനുള്ളിൽ. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി, കാലടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK ദേവി, CV സന്ധ്യ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP ശ്രീജിത്ത്, സിംകോ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ബിനു കൃഷ്ണൻ, സന്ദീപ് കൃഷ്ണൻ, ഫൈസൽ, ഹബീബ് KA, KSRTCയിലെ വിവിധ സംഘടനാ പ്രതിനിധികളായ K സന്തോഷ്, KJ ശ്രീഹരി, PV ദിനേശ്, AV നീതു തുടങ്ങിയവർ സംസാരിച്ചു. KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ PS പ്രമോദ് ശങ്കർ സ്വാഗതവും KSRTC വർക്ക്സ് മാനേജർ VK സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പൊന്നാനി ഡിപ്പോയിലെ ജീവനക്കാരന്റെ മകനായി തൊഴിലാളികൾ സ്വരൂപിച്ച തുകയും മന്ത്രി ചടങ്ങിൽ വെച്ച് കൈമാറി. NCV ന്യൂസ് എടപ്പാൾ.